റീസെൻ്റ്ലി എക്സസൈസ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അനിവാര്യമാണെന്നുള്ള അവബോധം വളരെയധികം കൂടിയിട്ടുണ്ട്. അത് നല്ലത് തന്നെയാണ്, എസ്പെഷ്യലി നമ്മുടെ യങ് ജനറേഷൻ. സോ സ്ട്രക്ചേർഡ് ആയിട്ട് ടൈമിലി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജിം ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അത് വളരെ നല്ലത് തന്നെയാണ്, ബിക്കോസ് റെഗുലർ ആയിട്ട് അത്രയും എക്സസൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ 24 hours ആണ് നമുക്കൊരു ദിവസം ഉള്ളത്. ഒരു 1-1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് ജിമ്മിൽ ചെല്ലുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന അല്പം ഹെവി എക്സസൈസ് ആണ്. പക്ഷേ റാപ്പിഡായിട്ട് വെയിറ്റ് കുറയുന്നതിനും ബോഡി ബിൽഡ് ചെയ്യുന്നതിനും 3 hours കൂടുതൽ എസ്പെഷ്യലി കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് എസ്പെഷ്യലി കിഡ്നീസിന് മോശമാണ്. ബിക്കോസ് അത്രയും നേരം കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ അവർ ചെറിയ ബ്രേക്ക് ഇടയ്ക്ക് എടുക്കുമായിരിക്കും, എന്നാലും 3 hours ഒരു പാക്കേജ് പോലെയാണ് പലരും എടുക്കുന്നത്. അത്രയും നേരം ചെയ്യുമ്പോൾ നമ്മുടെ സ്കെൽറ്റൽ മസിൽസ് കുറേശ്ശെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും കുറേ നാൾ കൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ റാബ്ഡോമയോലൈസിസ് എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുകയും അത് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അതിന്റെ കൂടെ ഇത്രയും നേരം ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാലും ഒരു ഡീഹൈഡ്രേഷൻ കമ്പോണന്റ് കൂടെ കാണും. ഇതും മസിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മയോഗ്ലോബിനും കൂടെ ചേർന്ന് കിഡ്നിക്ക് അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ടാക്കും. സോ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്, പക്ഷേ അത് സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ടൈം ലിമിറ്റ് വെച്ച് ചെയ്യണം. ഓവർ ആവരുത്. അധികമായാൽ അമൃതം വിഷം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ആ ഒരു കെയർ എടുക്കണം. അതുകൂടാതെ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ആ വർക്കൗട്ട് ചെയ്യുന്ന സ്ട്രെങ്ത് ഒന്ന് കൂട്ടുന്നതിനും പെട്ടെന്ന് മസിൽ ഒന്ന് ബിൽഡപ്പ് ചെയ്യുന്നതിനുമായിട്ട് പ്രോട്ടീൻ എക്സസീവായിട്ട്, എസ്പെഷ്യലി ക്രിയാറ്റിൻ പൗഡർ ഉള്ള പ്രോട്ടീൻ, വേ പ്രോട്ടീൻ എക്സസീവായിട്ട് എടുക്കുന്നത് നാം കാണാറുണ്ട്. അത് നല്ലതാണോ? ഇത് ജനറൽ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഓഫ് പ്രോട്ടീൻ, അതായത് ഒരു ദിവസം കഴിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള അലോ ചെയ്തിട്ടുള്ള പ്രോട്ടീൻ 1 gram/kg/day ആണ്. അതായത് 70 കിലോ ഉള്ള ഒരാളിന് 70 gram എടുക്കും. പോട്ടെ, ഒരല്പം കൂടെ ഒന്ന് കൂട്ടി വർക്കൗട്ട് ചെയ്യുന്ന ഒരു അല്പം ഒന്ന് കൂട്ടി ഒരു 1.5 gram വരെ എടുക്കുന്നു. അപ്പൊ 70 kg ഉള്ള ആൾ ഒരു 110 വരെ എടുത്തത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ പലരും അങ്ങനെ അല്ല. 200, 250, 300 റേഞ്ചിലാണ്, 300 gram പ്രോട്ടീൻ റേഞ്ചിലാണ് ഡെയിലി എടുക്കുന്നത്. അതിന്റെ റിസൾട്ട് ഒരു ശരീരത്ത് കാണും. പെട്ടെന്ന് മസിൽ ബിൽഡപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു എക്സസൈസ് 10 തവണ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് ഈ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ട് 20 പ്രാവശ്യം ചെയ്യാൻ പറ്റും. അപ്പം കുറച്ചുകൂടെ ആ ഒരു പോസിറ്റീവ് വൈബ് കാരണം വീണ്ടും വീണ്ടും എടുക്കും. പക്ഷേ ഇത്രയും പ്രോട്ടീൻ ഹാൻഡിൽ ചെയ്യാനുള്ള ശേഷി നമ്മുടെ കിഡ്നിക്ക് ഇല്ല. കണ്ടിന്യൂസ്ലി ഇങ്ങനെ എടുക്കുമ്പോൾ ക്രിയാറ്റിൻ കിഡ്നിക്ക് ചെറിയ ഡാമേജ് വരാനും ക്രിയാറ്റിൻ ചെറുതായിട്ട് കൂടി വരാനും ചാൻസ് ഉണ്ട്. സോ ജിം വർക്കൗട്ട് നല്ലതാണ്, പക്ഷേ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു ടൈം ലിമിറ്റ് വയ്ക്കുക. പ്രോട്ടീൻ ഇൻടേക്കും നല്ലതാണ്, പക്ഷേ അതിന്റെ മാക്സിമം ലിമിറ്റ് വയ്ക്കുക. 1 gram ആണ് നമുക്ക് 1 gram/kg/day ആണ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതൊരു 1.5 വരെ മാക്സിമം ആക്കാം. ദയവ് ചെയ്ത് 3 gram/kg/day ഒരു 300, 250, 300 റേഞ്ചുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക.